ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ രാവിലെ എഴുന്നേറ്റ് എൻ്റെ ബ്രഷുകളും പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തലേദിവസം ഇച്ചിരി പച്ചരി അരയ്ക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പം ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും അതുപോലെ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ അത് തുറന്ന് നോക്കിയപ്പം അത്യാവശ്യം പുളിച്ച് തോന്നിയിട്ടുണ്ട്. അതൊക്കെ തന്നെ മതി, ധാരാളം. അപ്പം അത് നോക്കി പിന്നെ നേരെ കടലക്കറിക്കുള്ള കടലയൊക്കെ ഞാനൊന്ന് കഴുകി എല്ലാം സെറ്റാക്കി. പിന്നെ നേരെ കട്ടൻ കാപ്പിയായിട്ട് ഇന്ന് ഞങ്ങൾ കുടിച്ച് പാലുണ്ടായിരുന്നില്ല. ഇന്നലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ രാത്രി പായസം കുടിക്കേണ്ട ഒരാഗ്രഹം. പാലട മിക്സ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്ന പാലെടുത്ത് നേരെ പായസം വെച്ചു. അത് കഴിഞ്ഞ് ഇൻസ്റ്റമാർട്ടിൽ നിന്ന് പാൽ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നേ. അപ്പം സർവീസ് ഇല്ലെന്ന് കാണിച്ചു. അതുകൊണ്ട് പിന്നെ രാവിലെ കട്ടനാക്കി. പിന്നെ മോനിച്ചിരി പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ അതുകൊണ്ട് അത് കൊടുത്തു. അങ്ങനെ നേരെ കടലയൊക്കെ കഴുകിയതേ കുക്കറിലാക്കിയപ്പോഴത്തേനും ആദ്യക്കുട്ടൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പം നേരെ അവൻ്റെ അടുത്ത് ഞാൻ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് ഏക്കാനൊക്കെ പറഞ്ഞപ്പോൾ അവനവിടെ കിടക്കുക. പിന്നെ അത് കഴിഞ്ഞ് അവൻ തന്നെ എഴുന്നേറ്റോളാന്ന് പറഞ്ഞ് ഇറങ്ങി വരിക. അത് കഴിഞ്ഞ് അവന് ചായയൊക്കെ കൊടുത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ നേരെ കിച്ചണിലോട്ട് വന്നു. ഇനിയിപ്പോൾ അപ്പം ചുടണമല്ലോ. പിന്നെ ഹസ്ബൻഡിന് കൊടുത്തു വിടാൻ വേണ്ടി അപ്പവും കടലക്കറിയും ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അപ്പത്തിനകത്ത് നേരെ ഉപ്പൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഞാൻ അരയ്ക്കുന്ന കൂടെ ഉപ്പൊന്നും ഇടത്തില്ല. രാവിലെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുന്നിൽ ഇളക്കുമല്ലോ, അപ്പോൾ ആ കൂടെ അങ്ങ് ഉപ്പിട്ട് ഇളക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോ ദിവസം തലേന്ന് ഞാൻ പിറ്റേ ദിവസത്തേന് എന്താ ഉണ്ടാക്കണ്ടേ അങ്ങനെ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്ത് എല്ലാമാണ് കിടക്കുന്നത്. പക്ഷേ ഇന്നെൻ്റെ എല്ലാ പ്ലാനും തകിടം പറഞ്ഞു കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഗ്യാസ് നമുക്ക് നല്ല 8ൻ്റെ പണിയാണ് തന്നെ. അപ്പം ചുട്ടുകൊണ്ടിരുന്ന സമയത്ത് ഗ്യാസ് തീർന്നു പോയി. അത് ഒരപ്പം ചുട്ടു. അങ്ങനെ അടുത്ത രണ്ടാമത്തെ അപ്പം ചുട്ട് പകുതി അതിൻ്റെ ഒന്ന് ആയി വന്നതേ ഉള്ളൂ. അപ്പോഴത്തേനും പെട്ടെന്ന് ഗ്യാസ് ഓഫായി. ആദ്യമേ കുക്കർ ഓഫായി, പിന്നെ നോക്കിയപ്പോൾ ഇതും ഓഫായി. അപ്പം മനസ്സിലായി ഗ്യാസ് തീർന്നതാണ്. നമുക്ക് ഇത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇത് എപ്പോഴാണ് എടുത്തതെന്ന്. അതുകൊണ്ട് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല തീരാറായോ ഇല്ലയോ. അങ്ങനെ ആകെപ്പാടെ എനിക്കങ്ങ് ടെൻഷനായി. കാരണം ഹസ്ബൻഡിനും കൊടുത്തു വിടാനൊന്നുമില്ല കഴിക്കാൻ, രാവിലെ കഴിക്കാനും ഒന്നുമില്ല. ഇപ്പം ആകെപ്പാട് ടെൻഷൻ. പിന്നെ അതിലും ടെൻഷൻ കുഞ്ഞിനെന്ത് കൊടുക്കുമെന്ന് ഓർത്ത്. അങ്ങനെ നിന്നപ്പോഴേതായാലും ഭാഗ്യത്തിന് ഇൻഡക്ഷൻ കുക്കറിൽ എടുക്കും. അപ്പം നേരെ അത്തലോട്ട് കയറ്റി വെച്ച് കടലക്കറി ആവട്ടെ എന്നോർത്ത്. ഗ്യാസുകാരാണെങ്കിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഇനിയിപ്പോൾ എന്നാ ചെയ്യുമെന്ന് ഓർത്ത് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുക. എന്നാൽ പിന്നെ കുറച്ച് പാത്രം കഴുകാനുള്ളതുണ്ട്, അതും കഴുകി അങ്ങ് വെച്ച് പിന്നെ വെള്ളം വലിഞ്ഞ പാത്രങ്ങൾ അതിലിരിക്കുന്നത് അതും കൂടെ അങ്ങ് പെറുക്കി വെച്ചേക്കാന്ന് ഓർത്ത് അതൊക്കെ ചെയ്തു. അപ്പോഴത്തേനും ആദ്യക്കുട്ടം വന്ന് എന്നാ പറ്റി അമ്മയെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുക അവിടെ. അങ്ങനെ ആ സ്റ്റീം ചെയ്യുന്ന പാത്രം, ഞാൻ വെജിറ്റബിൾ സാലഡൊക്കെ ഉണ്ടാക്കുന്ന ആ പാത്രം ഏതായാലും ഇൻഡക്ഷൻ കുക്കറിൽ എടുക്കും. അപ്പം നേരെ അതിനകത്തോട്ട് ഞാൻ വെജിറ്റബിൾ സാലഡിനുള്ളതെല്ലാം വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇൻസ്റ്റമാർട്ടിൽ നിന്ന് സാധനം കൊണ്ട് ആൾ വന്നേ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ മഴ കാരണം സർവീസ് ഇല്ല, അവൈലബിൾ അല്ലെന്ന് കാണിച്ചു. അപ്പോൾ പിന്നെ രാവിലെ കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വന്നു. അപ്പോൾ അതെല്ലാം പിറക്കി കയ്യോടെ അങ്ങ് വെച്ചേക്കുക. ഫ്രിഡ്ജിൽ വെക്കാനുള്ള സാധനങ്ങളും ഒക്കെയാണ്. അപ്പം വെളുത്തുള്ളിയുടെ വില ഞാൻ നോക്കുക. വെളുത്തുള്ളിക്ക് കേട്ടോ ഈ കൂട്ടത്തിൽ തന്നെ ഏറ്റവും വിലയുള്ളത്. അങ്ങനെ അതൊക്കെ മേടിച്ച് വെച്ചു. ഈ തൈരും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം. പിന്നെ ഈ കവറ് ഞാൻ ഇൻസ്റ്റമാർട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു കവറും കളയത്തില്ല കേട്ടോ. ഞാനതെല്ലാം മടക്കി ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒന്നുമില്ലെങ്കിലും വേസ്റ്റ് ഇടാനെങ്കിലും, ഞാൻ വേസ്റ്റ് ഇടാൻ ഈ കവറാണ് യൂസ് ചെയ്യുന്നത് കൂടുതലും, ഡ്രൈ വേസ്റ്റ് ഇടാൻ വേണ്ടി. അങ്ങനെയൊക്കെ എന്തിനേലും ആക്കി യൂസ് ചെയ്തങ്ങ് കളയും. അല്ലാതെ വെറുതെ ഞാൻ കൊണ്ടുപോയി കളയത്തില്ല. പിന്നെ നേരെ സാധനമൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഇതാട്ടോ നന്ദിനിയുടെ തൈര്, അത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കത്തില്ല കാരണം അതിന് ഒട്ടും പുളിയില്ല. അപ്പം അത് വെളിയിലിരിക്കുമ്പോൾ അത്യാവശ്യം പുളിക്കും. അങ്ങനെ പിന്നെ വെജിറ്റബിൾ സാലഡൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതൊക്കെ ഹസ്ബൻഡിന് കൊടുത്തതാണ്. ശരിക്കും വെന്തുമില്ല. അപ്പോൾ പിന്നെ അത് മുഴുവൻ കഴിച്ചുമില്ല. അങ്ങനെ ഹസ്ബൻഡ് പിന്നെ ഓഫീസിൽ പോയി, ഒന്നും കൊണ്ടുപോയില്ല. പിന്നെ ഞാൻ കുഞ്ഞിന് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് നോക്കുക. അപ്പത്തിൻ്റെ ചട്ടി എടുത്ത് വെച്ച് നോക്കിയതാവത്തില്ല. അപ്പോൾ അതാവത്തില്ല. അപ്പോൾ അടുത്ത ഞാൻ യൂസ് ചെയ്യാതെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ പിടിയൊക്കെ പോയൊരു പാനാണ്. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ ഭാഗ്യത്തിന് അതെടുക്കും. അപ്പോൾ പിന്നെ നേരെ ഞങ്ങൾക്കുള്ള അപ്പം അവിടുത്തെ ചൂട്. അപ്പോൾ ഇതായപ്പോൾ തന്നെ ഒരു സമാധാനമുണ്ട്. രാവിലെ കുഞ്ഞിന് എന്തെങ്കിലും കൊടുക്കാമല്ലോ, ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രെഡോ എന്തെങ്കിലും മേടിക്കാമെന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇപ്പോൾ ഏതായാലും അപ്പം അവിടുത്തേലാകും. അങ്ങനെ അത് വെച്ചു. പിന്നെ ആ ആവിക്ക് വേകാൻ എടുക്കുന്ന പാത്രത്തിനകത്ത് അതേതായാലും എടുക്കുമല്ലോ ഇവിടുത്തേൽ. പിന്നെ അതിലേക്ക് കടലക്കറിക്കുള്ള മുളകൊക്കെ ഒന്ന് ചൂടാക്കി അതരച്ച് അങ്ങനെ കടലക്കറി സെറ്റാക്കി. അപ്പം ഞാൻ ഏതായാലും മനസ്സിലോർത്തു ഇന്നത്തെ ഉച്ചക്കത്തെ ചോറിൻ്റെ ഒരു കറി ഇത് കടലക്കറി, ഒരു കറി തൈര്, അങ്ങനെ ഏതായാലും 2 കറിയൊക്കെ ആക്കി. പിന്നെ നേരെ ഞാനും ആദ്യക്കുട്ടനോട് വേണ്ട അപ്പവും കടലക്കറിയൊക്കെ കഴിക്കാൻ എടുക്കുവാണ്.
അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതേ കഴിക്കാനിരുന്നേ. അപ്പോഴാണ് നോക്കിയപ്പോൾ സാലഡ് ഇവിടെ മൊത്തം ഇരിപ്പുണ്ട്. ഒരു ശകലം എങ്ങാണ്ട് കഴിച്ചോളൂ, കാരണം അത് വെന്തിട്ടില്ല. ആ ബ്രൊക്കോളിയൊക്കെ ഒട്ടും വെന്തിട്ടില്ല. അപ്പം ഞാൻ ആദ്യക്കുട്ടനോട് പറയുമോ, നീ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ. അപ്പം അവന് വേണ്ട. അപ്പം ഞാൻ നോക്കിയപ്പോഴും ഒട്ടും കൊള്ളത്തില്ല. അങ്ങനെ ഇന്നത്തെ സാലഡ് ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് പിന്നെ നേരെ വന്ന് കഴിച്ച പാത്രമൊക്കെ കഴുകുന്നു. ഇപ്പം അധികം പാത്രമൊന്നുമില്ല, കാരണം വലിയ കുക്കിംഗ് ഒന്നും ഇല്ല എന്നെയുണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ച പാത്രവും കടലക്കറി വെച്ച പാത്രവും അങ്ങനെ അതെല്ലാം കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ കഴുകി കുറച്ച് നേരം അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനുമാണ് വേസ്റ്റ് കളഞ്ഞില്ലോ എന്നുള്ള കാര്യം ഓർത്തെ. ഇനിയിപ്പോൾ ഫുഡ് വേസ്റ്റ് മാത്രമുള്ളേ. ഫുഡ് വേസ്റ്റ് ഞാൻ അന്നൊന്ന് അങ്ങ് കളഞ്ഞേക്കും. മറ്റേ ഡ്രൈ വേസ്റ്റ് ആണെങ്കിൽ 2-3 ദിവസം കൂടുമ്പോഴൊക്കെ കളയത്തുള്ളൂ, കാരണം ഇതിരുന്നാൽ ചിലപ്പോൾ സ്മെല്ലൊക്കെ വരും. അപ്പം ഞാനും ആദ്യക്കുട്ടനോട് നേരെ പോയി അതൊക്കെ കളഞ്ഞിട്ട് വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേനും കുറച്ച് നേരം പഠിക്കാനിരിക്കാൻ ഞാൻ പറഞ്ഞു, കാരണം സ്റ്റഡി ലീവാണ്. മൺഡേ എക്സാം തുടങ്ങുക. അപ്പം അതിന് മുന്നേ 3-4 ദിവസത്തെ സ്റ്റഡി ലീവാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നേരെ ഇച്ചിരി നേരം കളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഹാളിൽ പോയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുക്കളയിലെ സകല പാത്രങ്ങളും എൻ്റെ ഈ തൈര് കടയുന്ന സാധനം ഉൾപ്പെടെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരോട് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ നോക്കിയപ്പോഴത്തേനും എൻ്റെ ഏറ്റവും വലിയ ശത്രു പ്രാവ് ദേണ്ട് അതിലേ വന്നിട്ടുണ്ട്. ജനൽ തുറന്നിട്ടിട്ടുണ്ട്, എങ്ങനെയും അത് അകത്ത് കയറാൻ ട്രൈ ചെയ്യും. പിന്നെ ഞാൻ നേരെ ചെന്നു, അവിടെ വല പോലെയുണ്ട് ജനലിന്, അതൊക്കെ ഇട്ടങ്ങ് ചാരി വെച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കിച്ചണിലോട്ട് പോയി. ഇനിയിപ്പോൾ ഉച്ചയാവാറായല്ലോ, ഉച്ചക്കത്തേനുള്ള ചോറ് വെച്ചിട്ടില്ല. പിന്നെ ഇവിടുത്തെ ഈ വെള്ളയരി ഇതെന്താ ഡെയിലി റൈസ് എന്നാണ് പറയുന്നത് ഇവിടുത്തെ, അത് പെട്ടെന്നാകും. അപ്പം നേരെ അരി കഴുകി ഇൻഡക്ഷനിലോട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ചമ്മന്തിയും കൂടെ അരയ്ക്കാമെന്ന് ഓർത്തു. അപ്പോൾ തേങ്ങ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അതേ കൊത്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുവാണ്. അങ്ങനെ അതേ ഞങ്ങൾക്ക് ചോറും തൈരും ചമ്മന്തിയും. കടലക്കറി പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും വേണ്ട. അതുകൂട്ടിനാണെങ്കിൽ തൈര് മാത്രം മതിയെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് കുറച്ച് ചമ്മന്തിയും കൂടെ വെച്ച് കൊടുത്തു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.